ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ടു സെഡ് മലയാളം ചാനൽ. ഞാൻ പ്രജീഷ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ഒരു PVC കൊണ്ടൊരു ചെറുതേനീച്ച കൂടിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഫിറ്റിങ്സ് ഒക്കെ പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ 4 ഇഞ്ച് എൻഡ് ക്യാപ്പാണ്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹോൾ അടിച്ചിട്ട് 1/2 ഇഞ്ച് ഹോൾ അടിച്ചിട്ട് അതിൽ 1/2 ഇഞ്ച് MTA നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം MCയിൽ ചെയ്ത് ഓക്കെ ആക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 ഇഞ്ച് T എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1/2 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫിറ്റിങ്സ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് 1/2 ഇഞ്ച് പൈപ്പ് കൊണ്ടാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫിറ്റിങ്സ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 1/2 ഇഞ്ചായിട്ട് റെഡ്യൂസ് ആവണം, ഒപ്പം ത്രെഡുള്ള ടൈപ്പും വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ 1/2 ഇഞ്ച് ത്രെഡ് ഔട്ട്പുട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഫിറ്റിങ്സ് ഉപയോഗിച്ചു. നമുക്ക് നമുക്ക് ചുമരുമ്മ ക്ലാമ്പ് ചെയ്യാനുള്ള, ചുമരുമല്ല സീലിങ്ങിൽ ക്ലാമ്പ് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അടുത്തതായിട്ട് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ത്രെഡുള്ള 1/2 ഇഞ്ച്, ഇനി അവിടെ നിന്ന് 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് MT ആണ് ഇപ്പോൾ എടുത്തത്. MT നമുക്ക് ആ പൈപ്പിൻ്റെ കഷ്ണത്തിൽ ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റിങ് ഈ അളവ്, പൈപ്പിൻ്റെ അളവുകളൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 25 സെൻറ്റിമീറ്ററോളം, ഒരു 20-25 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഇഞ്ച് എൻഡ് ഗ്യാപ്പിലേക്ക് ഫിറ്റ് ചെയ്യാം. ആ എൻഡ് ഗ്യാപ്പിലാണ് നമ്മൾ വെള്ളം നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫിറ്റിംഗ് കൂടി നമുക്ക് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ത്രെഡുള്ളൊരു ഫിറ്റിംഗ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് PVC പൈപ്പും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എൻഡ് ഗ്യാപ്പിലുള്ള അടിയിൽ നിന്നുള്ള ഒരു പൈപ്പും കൂടി 1/2 ഇഞ്ച് പൈപ്പ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതും ഏകദേശം ഒരു 20-25 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ കൂട്, നമ്മുടെ സീലിങ്ങിന് എന്തോരം താഴത്തേക്ക് നിൽക്കണമെന്ന് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ അളവുകളൊക്കെ. ഞാൻ എടുത്തിരിക്കുന്ന അളവാണ് ഞാൻ പറയണത്. അപ്പോൾ അത്രയും ഭാഗത്തിൻ്റെ വർക്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റാൻഡിൻ്റെ പണിയാണ് ചെയ്യണത്. സ്റ്റാൻഡ്, ഇപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. ഇതിപ്പോൾ ഒട്ടിച്ചിട്ടില്ല, ഞാൻ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ളൂ. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് എത്ര അളവ് എന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് അഴിച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഇതിലൊരു പീസാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 1/2 ഇഞ്ച് പൈപ്പിൻ്റെ കഷ്ണങ്ങൾ, 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു T, 2 എൽബോ വെച്ചിട്ട് ഇങ്ങനത്തെ 2 പീസാണ് നമ്മൾ ഉണ്ടാക്കിയത്. 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസുകളാണ്. അങ്ങനത്തെ 2 സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ശേഷമുള്ള ഫിറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു T, പിന്നെ ഒരു Tയുടെ 2 സൈഡിലേക്കും 6 സെൻറ്റിമീറ്റർ നീളത്തിലേക്കും, സെൻറ്ററിലെ പോർഷൻ 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതാണ്. അങ്ങനത്തെ 2 സെറ്റ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു Tയുടെ 2 സൈഡിലേക്കും 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഉള്ള കഷ്ണങ്ങൾ ഉള്ള പീസാണ്. അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഫിറ്റിങ്സ്. ഇനി നമ്മളത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയൊക്കെ ഏതെങ്കിലും ഒരു ചുമരുമയോ അല്ലെങ്കിൽ തറയിലോ വെച്ചിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ഫിറ്റിങ്സൊക്കെ ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുമാതിരി ചെയ്യാം.
ഇപ്പോൾ അങ്ങനത്തെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇതുമാതിരിയുള്ള 2 പീസുകൾ നമ്മൾ ഒട്ടിച്ച് അത് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി അടുത്ത പീസിൻ്റെ വർക്ക് തുടങ്ങാം. അടുത്ത പീസ് അതുമാതിരി ഓരോ പീസ് ഊരിയെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ ഓരോ ഫിറ്റിങ്സിൻ്റെയും പൈപ്പിൻ്റെ ലെങ്ത്ത് മാറാതിരിക്കാൻ ഒരു പീസ് എടുത്തതിന് ശേഷം അത് ഒട്ടിച്ചതിന് ശേഷം അടുത്ത പീസ് ഒട്ടിക്കുക. അപ്പോൾ അങ്ങോട്ട് മാറിപ്പോവില്ല. അല്ലെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു പീസിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാതിരി 2 പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കാറുണ്ടായിരുന്നു. അത് 2 ഒട്ടിച്ചെടുത്തു. ഇനി അടുത്ത പീസിൻ്റെ വർക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാ ഫിറ്റിങ്സിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ അവസാനം ഒട്ടിച്ച പീസും പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഒട്ടിച്ച പീസും കൂടി എടുത്തിട്ട് ഇതുമായി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇത് മുകളിലേക്കായിട്ട് തിരിച്ച് വയ്ക്കുക. അപ്പോൾ അടുത്ത ഫിറ്റിങ്സും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഈ പൈപ്പിൻ്റെ മുറിച്ച കഷ്ണങ്ങളുടെ അളവുകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫിറ്റിങ്സൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ അത് ലെവലായിട്ടുള്ളൊരു സർഫസിൽ വെച്ചിട്ട് നമ്മൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഉറച്ചതിന് ശേഷം ഇതെല്ലാ ഫിറ്റിങ്സും നമുക്ക് കറക്റ്റ് ലെവലല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ചുമര് നല്ല ലെവലുള്ള ചുമരിൽ നോക്കിയിട്ട് നമ്മൾ ഫിറ്റിങ്സ് എടുക്കുക, ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് പോർഷനും കൂടി നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ വശവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടീര അവിടെ ജോയിൻ്റ് ചെയ്യാൻ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ MC-യിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഗ്ലൂ ഗൺ ഇല്ലാത്തൊരു MC-യിൽ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇത് ഒട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ PVC ഒട്ടിക്കണ പശ വെച്ചിട്ട് തന്നെ അതിൻ്റെ ബലത്തിൽ തന്നെ നിന്നോളൂ. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്താൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ കൂടിൻ്റെ സ്റ്റാൻഡും റെഡി ആയിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ട്, ഒരു 4 പെട്ടിയൊക്കെ താങ്ങാനുള്ള ശക്തി അതിനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ ഈ അളവിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് ലാസ്റ്റ് ഫിറ്റിംഗ് കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റാൻഡ് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച പീസിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അളവിൽ നമുക്ക് ചിരട്ടക്കൂടും വയ്ക്കാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചിരട്ടക്കൂടും വയ്ക്കാൻ പറ്റും, മരത്തിൻ്റെ പെട്ടിയും വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് സ്റ്റാൻഡ് നമുക്ക് അവിടെ തൂക്കിയിടാം. അപ്പോൾ സ്റ്റാൻഡ് അവിടെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 1 ഇഞ്ച് ക്ലാമ്പാണ്. 3/4 ഇഞ്ച് ടീക്ക് നമ്മൾ 1 ഇഞ്ച് ക്ലാമ്പ് ഇട്ട് കൊടുക്കണം. അത് ടീമ ക്ലാമ്പ് ചെയ്യണം, പൈപ്പ് അല്ലല്ലോ ക്ലാമ്പ് ചെയ്യണം, ടീരെ പുറത്താണ് നമ്മൾ ക്ലാമ്പ് ചെയ്യണം. അപ്പോൾ 1 ഇഞ്ച് ക്ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് നമ്മുടെ കൂട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ തേനെടുത്തതിന് ശേഷം ഉറുമ്പ് വരാതിരിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ തന്നെ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ കൂട് സേഫായിട്ട് വെക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.